രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾക്കെതിരെ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. പക്ഷേ വസ്തുതാപരമായി രാഹുലിന്റെ വാദങ്ങളെയും തെളിവുകളെയും ഖണ്ഡിക്കുന്ന ഒന്നും റിജിജുവിന് പറയാനുണ്ടായിരുന്നില്ല. ഇതാണോ ആറ്റം ബോംബ്? പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചീത്ത വിളിക്കുകയാണ് എന്നായിരുന്നു കിരൺ റിജിജു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ജനാധിപത്യത്തിൽ പരാജയം അംഗീകരിക്കുക മര്യാദയാണ്. കൂടാതെ വോട്ടർ പട്ടിക എല്ലാവർക്കും ലഭിക്കുന്നതാണെന്നും പരാതി നൽകാനുള്ള വ്യവസ്ഥകൾ നിലനിൽക്കെ രാഹുൽ ഗാന്ധി കരയുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. BJP കഠിനമായി പരിശ്രമിക്കുന്നതുകൊണ്ടാണ് വിജയിക്കുന്നതെന്നും പോളിംഗ് ബൂത്തുകളിൽ ഏജന്റുമാർ ഉണ്ടെന്നുമായിരുന്നു റിജിജുവിന്റെ വാദം. കിരൺ റിജിജുവിന്റെ ഈ വാദങ്ങളെ ഹരിയാനയിൽ നിന്ന് പുറത്തുവന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. കിരൺ റിജിജു ഈ വിഷയത്തെ തള്ളിക്കളയുമ്പോൾ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഹരിയാനയിൽ പോൾ ചെയ്ത വോട്ടുകളിൽ ഏകദേശം 8-1 വ്യാജമാണ് എന്ന രാഹുലിന്റെ ആരോപണത്തെ വളരെ ലാഘവത്തോടെയാണ് കിരൺ റിജിജു തള്ളിക്കളഞ്ഞത്. ഏകദേശം 25 ലക്ഷത്തോളം കള്ളവോട്ടുകൾ വോട്ടർ പട്ടികയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നായിരുന്നു രാഹുലിന്റെ വെളിപ്പെടുത്തൽ. ഈ കണക്കുകൾ കേവലം ഊഹങ്ങളല്ല. ഇത് വ്യാജ വോട്ടർ ID കാർഡുകൾ, ഒന്നിലധികം തവണ വോട്ട് ചെയ്തതിന്റെ തെളിവുകൾ എന്നിവയെല്ലാം അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച വോട്ടർ ID കാർഡ് ഉപയോഗിച്ച് 22 തവണ വരെ വോട്ട് രേഖപ്പെടുത്തിയതും ഒരു സ്ത്രീയുടെ പേരിൽ 100 തവണ വോട്ട് ചെയ്യപ്പെട്ടതും ഗുരുതരമായ നിയമലംഘനങ്ങളാണ്. ഇത്തരം അട്ടിമറി ശ്രമങ്ങളെ ആറ്റം ബോംബല്ല എന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ മാത്രമേ സഹായിക്കൂ. ഇവിടെ കിരൺ റിജിജു ഉന്നയിച്ച പരാജയം അംഗീകരിക്കാനുള്ള മര്യാദ എന്ന വാദവും ചോദ്യം ചെയ്യപ്പെടുന്നു. ഇവിടെ ചോദ്യം രാഷ്ട്രീയ പരാജയത്തെക്കുറിച്ചല്ല, മറിച്ച് നിയമം ലംഘിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിനെ കുറിച്ചാണ്. 25 ലക്ഷം കള്ളവോട്ടിന്റെ സാധ്യത നിലനിൽക്കെ തോറ്റയാൾ മര്യാദ കാണിക്കണമെന്ന് പറയുന്നത് നീതി നിഷേധത്തിന് തുല്യമാണ്. ഇവിടെ മര്യാദ കാണിക്കേണ്ടത് വോട്ട് മോഷ്ടിക്കപ്പെട്ട പൗരന്മാരോടാണ്. വോട്ടർ പട്ടിക എല്ലാവർക്കും ലഭിക്കുമെന്നും പരാതി നൽകാമെന്നുമുള്ള റിജിജുവിന്റെ വാദത്തെയും പ്രതിപക്ഷം ഖണ്ഡിക്കുന്നു. വ്യാജ വോട്ടർമാരെ കണ്ടെത്തുന്നതിനായി രാഹുൽ ഗാന്ധി കേവലം പരാതിയല്ല, മറിച്ച് തെളിവുകൾ സഹിതം ഈ വിഷയം പൊതുജന മധ്യത്തിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. സർക്കാർ സംവിധാനങ്ങളുടെ സഹായമില്ലാതെ ഇത്രയും വലിയ തോതിലുള്ള കൃത്രിമം സാധ്യമല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ വീഴ്ചകളാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. കൂടാതെ ബീഹാറിൽ രാഹുൽ വന്ന് പ്രചാരണം നടത്തിയ ശേഷം സ്ഥാനാർത്ഥികൾ തോൽവി ഭയക്കുകയാണ് എന്ന റിജിജുവിന്റെ വാദവും കോൺഗ്രസ് രാഹുൽ നയിച്ചാൽ പാർട്ടി രക്ഷപ്പെടില്ലെന്ന് പറയുന്നതും രാഷ്ട്രീയപരമായ പ്രതിരോധങ്ങൾ മാത്രമാണ്. രാഹുൽ ഗാന്ധി വിദേശത്തു പോയി രാജ്യത്തിനെതിരെ സംസാരിക്കുന്നു, രാജ്യവിരുദ്ധ ശക്തികളുമായി ഗൂഢാലോചന നടത്തുന്നു എന്ന ആരോപണങ്ങളും വോട്ട് ചോരി ആരോപണത്തിന്റെ വസ്തുതകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള വെറും തന്ത്രം മാത്രമാണ്.